ഹലോ ഗൈസ്, അപ്പോൾ ട്രാവൽ വിത്ത് ട്രിമിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വണ്ടി ഇതാണ് സുസുക്കി V-Strom SX 250. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഒരു വ്ളോഗ് ചെയ്യാനായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവിനുമായിട്ടാണ് നമ്മളിന്ന് കൊല്ലത്ത് വന്നിട്ടുള്ളത്. കൊല്ലത്ത് RJ സുസുക്കിയിൽ നിന്നാണ് നമുക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത്. RJ സുസുക്കിയിലെ വിഷ്ണു ചേട്ടൻ. പിന്നെ ബാക്കി എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് യാത്രയൊന്നും പോകാൻ പറ്റിയില്ല, വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കുറേ നാളിന് ശേഷമായിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉള്ളതുപോലെ ഇനിയും അങ്ങോട്ട് വേണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ കേസ് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ നോക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ലുക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റൊക്കെ സുസുക്കിയുടെ വണ്ടികൾ അറിയാവുന്നവർക്കറിയാം, ഇത് ജിക്സറിൽ വരുന്ന ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റാണ്. പക്ഷേ കാര്യം അതിലല്ല, അവരിതിനകത്ത് ചെയ്തേക്കുന്ന ഈ ഒരു ഫെയറിങ് ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഒരു ലുക്കിനെ, ഈ വണ്ടിയുടെ ഓവറോൾ ലുക്കിനെ മാറ്റി വയ്ക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ ഒരു പീസാണ്. അത് അവർ ഭയങ്കരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും, കാരണം നല്ല അടിപൊളി ഒരു ഡിസൈനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിതിൻ്റെ ഇതേപോലുള്ള പല ഓഫ് റോഡ് ബൈക്കിലും നമ്മളിത് കണ്ടിട്ടല്ലോ. ഇപ്പോൾ BM-ലാണെങ്കിലും സുസുക്കിയുടെ തന്നെ ഏട്ടന്മാർ ഒരുപാട് പേരുണ്ട്, 650cc അങ്ങനെ മേലോട്ടുള്ള ആളുകളുണ്ടാവും. അതിലൊക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ്. പക്ഷെ നമുക്ക് അതേപോലെ തന്നെ എടുത്ത് നല്ല ഗാംഭീര്യത്തോട് നിൽക്കുന്നൊരു ലുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. പിന്നെ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എഞ്ചിനാണ്. ആസ് യൂഷ്വൽ സുസുക്കിയുടെ വളരെ നല്ലൊരു എഞ്ചിനാണ്, മികച്ചൊരു എഞ്ചിനാണ്. 250cc ഓയിൽ കൂൾഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. സുസുക്കിയുടെ തന്നെ ഒരു ടെക്നോളജിയാണ് സുസുക്കി ഓയിൽ കൂളിംഗ് സിസ്റ്റം. ഞാൻ ജിക്സർ ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നൊരു എഞ്ചിനുമാണ്. എന്തുകൊണ്ടാണ് സുസുക്കി മാർക്കറ്റിൽ തോനെ പിടിച്ചു വരാത്തതെന്ന് എനിക്കറിയില്ല. കാരണം വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. കാരണം അത്യാവശ്യം മെയിൻ്റനൻസ് ഞാൻ ഒരു ജിക്സർ സുസുക്കിയുടെ ഒരു വണ്ടി ഒരു 250cc ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, 3-4 വർഷത്തോളമായിട്ട്. വലിയ മെയിൻ്റനൻസ് എന്ന് പറയാൻ ഒന്നും തന്നെ സുസുക്കിയിൽ വരാറില്ല. പിന്നെ സർവീസ് സെൻറ്ററുകൾ നമുക്ക് നിയർ ബൈ കിട്ടാനുള്ള ചില അസൗകര്യങ്ങൾ ഒഴിച്ചാൽ സുസുക്കി വളരെ മികച്ചൊരു വണ്ടിയാണ്. ചിലപ്പോൾ കുറച്ച് ലോങ്ങിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ വൺസ് നമ്മളത് പണിഞ്ഞാൽ നമുക്ക് ഷോറൂമിലോട്ട് പിന്നെ സർവീസ് സെൻറ്ററിലോട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ സുസുക്കിക്ക് ഉണ്ടാവാറില്ല. നമ്മൾ വൺസ് പണിഞ്ഞാൽ മതി. അപ്പോൾ ഏതൊരു സുസുക്കിയുടെ എഞ്ചിൻ്റെ ഭാഗമായാലും ഏതൊരു പീസ്, ഇപ്പോൾ ബോഡി ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പൊട്ടി ഇവിടെ പൊട്ടി ഇളകിപ്പോയി എന്ന് പറയുന്ന കേസുകളായിട്ട് പല വണ്ടികളും ഉണ്ട് മാർക്കറ്റിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ വെച്ച് നോക്കിയാൽ സുസുക്കിയുടെ വണ്ടികൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പൊസിഷനാണ്, ഒരു റൈഡിങ് പൊസിഷൻ. അത് വളരെ മികച്ചൊരു പൊസിഷനാണ്, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ജിക്സർ ഓട്ടിക്കുന്നതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു കിടന്നിട്ടൊക്കെ അതൊരു സ്പോർട്സ് ടൂറർ മോഡലായതുകൊണ്ട് തന്നെ അതൊരു കിടന്ന് ഓട്ടിക്കുന്നൊരു ടൈപ്പായിരുന്നു. ഞാൻ ഇത്ര നാൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് ഓടിച്ചതിന് ശേഷം വളരെ കുറച്ച് ദൂരം ഓടിച്ചോളൂ, എങ്കിൽ പോലും നമുക്ക് ആ ഒരു എഞ്ചിനുമായിട്ടുള്ളൊരു ബന്ധം ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ കംഫർട്ടിനെ കുറിച്ച് ഏകദേശം അറിയാം. പില്ലിയനാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടാണ്. അപ്പം എൻ്റെ പില്ലിയൻ നമ്മൾ കുറച്ച് പില്ലിയനുമായിട്ട് കുറച്ച് നേരം ഓടിച്ചു നോക്കി. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ നമുക്ക് തിരിക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലോ ഭയങ്കര കംഫർട്ടാണ്. ഇപ്പോൾ മറ്റുള്ള ബൈക്ക് എന്ന് പറയുമ്പോൾ ജിക്സറൊക്കെ ഒരു തിരിക്കുന്നൊരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോൾ റിവേഴ്സൊക്കെ എടുത്ത് ഒന്നും കൂടെ വെച്ച് കാല് കുത്തിയൊക്കെ എടുക്കേണ്ടി വരും. ഇത് നമുക്ക് നിർത്തി തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ മികച്ചൊരു ഹാൻഡിലിംഗ് തന്നെയാണ് വണ്ടിക്ക്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ സൈലൻസർ, അതിൽ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഈ സൈലൻസർ ചെയ്തേക്കുന്ന നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇപ്പം ഒരു ഡുവൽ ടൈപ്പ് സൈലൻസറാണ് വരുന്നത്. അത് ഈ ബ്ലാക്ക് കളർ, ചില മിക്കവാറും സുസുക്കിയുടെ വണ്ടിയിൽ സിൽവർ കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ആ സിൽവറിനേക്കാളും ഈ ബ്ലാക്കാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. പിന്നെന്ന് പറയുമ്പോൾ ടയർ സൈസ്. ടയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 19 സൈസ് വരുന്ന ടയറാണ്, വലിയ സൈസാണ്. അപ്പം ഇതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് ആയിരിക്കാം ഫ്രണ്ടിനെ ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിൽ സൈസ് വലുതാണ്. അപ്പം നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അതിൽ പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABS-ൻ്റെ ലൈറ്റ്, പിന്നെ വാർണിംഗ് ലൈറ്റുകൾ, പിന്നെ RPM കാണിക്കുന്നുണ്ട്, പിന്നെ നാവിഗേഷൻ കാണിക്കും, ഗിയർ പൊസിഷൻ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, പിന്നെ ഫ്യൂവൽ. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നാവിഗേഷനൊക്കെ പുതിയൊരു അപ്ഡേഷൻ അവർക്ക് വന്നിട്ടുള്ളതാണ്. അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, നമുക്കത് യൂസ്ഫുള്ളുമാണ് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ടാൽ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അവരൊരു ചാർജിങ് പോർട്ട് തരുന്നുണ്ട്. അതും വളരെ യൂസ്ഫുള്ളാണ്, കാരണം നമ്മൾ വയറൊന്നും എവിടെ നിന്നും കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മളിവിടെ ഒരു ഫോൺ ഹോൾഡർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കേബിൾ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരുന്ന ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. അപ്പം കാരണം ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ അവരത് കണ്ട് തന്നെ ചെയ്തതാവാനാണ് വഴി. പിന്നെ വണ്ടിയുടെ ഓവറോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്യായമാണ്. അത് സുസുക്കിയുടെ കാര്യത്തിൽ നമ്മൾ പറയേണ്ടതില്ല, അവർ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടികൾ ചെയ്യാറുള്ളത്.
പിന്നെന്ന് പറയുകയാണെങ്കിൽ ബാക്കിൽ ഇവിടെ നമുക്ക് കണ്ടില്ലേ, നമുക്ക് ബോക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ എക്സ്ട്രാ വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതാണ് ഗൈസ് എനിക്ക് വണ്ടിയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വലിച്ചു നീട്ടുന്നില്ല, ചുരുക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ വണ്ടി ഞാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരു നല്ലൊരു റിവ്യൂ ഇടുന്നതായിരിക്കും, കുറച്ചും കൂടെ യൂസർ റിവ്യൂ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ ബേസിക്കലി ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് നേരം ഉപയോഗിച്ചതിൽ ഒരു ടൂറൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു ബൈക്കായിരിക്കും. നമ്മൾ നോർമൽ ഒരു പർപ്പസാണ് എന്ന് വെച്ചാൽ നോർമൽ ജസ്റ്റ് ഒരു സിറ്റി റൈഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കാം. ഒരു ജസ്റ്റ് നോർമൽ ആണെങ്കിൽ ജിക്സർ നോക്കാം. അല്ലെങ്കിൽ പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ തരത്തിലും ഉപയോഗിക്കാം. ജിക്സറിനെ പോലെയല്ല, ഇത് നമുക്ക് എല്ലാ നോർമൽ യൂസായിട്ട് ഉപയോഗിക്കാം, അഡ്വഞ്ചർ ബൈക്കായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം. ഞാൻ ജിക്സറും കൊണ്ട് ലോങ് പോയ ഒരാളെന്ന നിലയിൽ ഞാൻ പറയും എനിക്കിതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ ചാൻസ്. കാരണം ഇതിൻ്റെ ഒരു ഹാൻഡിലിങ് പൊസിഷനൊക്കെ കുറച്ചും കൂടെ ഹൈറ്റ് ആയതുകൊണ്ടും കാലൊക്കെ ഇരിക്കുന്നൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഫ്രണ്ടിലോട്ടായിരിക്കും കാലിരിക്കുന്നത്. നമ്മൾ ജിക്സറിൽ വയ്ക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ലോങ് ഡ്രൈവിൽ ബാക്ക് പെയിന്, ഷോൾഡർ പെയിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. എനിക്കെന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ സ്നേഹം കമൻറ്റായും സബ്സ്ക്രൈബായും തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.